ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ഷനാസ് വേഡ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. പെരുന്നാളും നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു വ്ളോഗ് അതിനിടയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒരു വൈകുന്നേര വിശേഷം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോങ് വീഡിയോ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ അധികം വിശേഷങ്ങളൊന്നുമില്ല, എന്നാൽ കുറച്ച് ക്ലിപ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയോ. ആള് ഇവിടെ എന്താണ് കാട്ടുന്നത്? കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ടില്ലേ? ഇത് കണ്ടില്ലേ, താഴെ ഇതൊക്കെ ഷാനൊന്ന് ക്ലിയർ ആക്കുന്നതായിരിക്കും. കുറേ ദിവസമായി ഈ ഒരു സംഭവങ്ങളൊക്കെ വൃത്തിയാക്ക് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. രണ്ടറ വൃത്തിയാക്കി, ഇനിയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തുറന്നു കാണിക്കൂ. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രോ വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്തത് ഈ പഞ്ചായത്തിലുള്ള സകലമാന സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ ഷാന? ഒന്നും പെട്ടെന്ന് ഒഴിവാക്കൂല, അത്രയും കേട് വന്നാൽ മാത്രം ഒഴിവാക്കുള്ളൂ. ഇപ്പം സമയം എത്ര മണിയായിക്കണ്? 11:15. അപ്പം ഇതാണ് ഷാനയുടെ പരിപാടി. ഈ നേരം മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഷാനയ്ക്ക് ഇപ്പോൾ മദ്രസയൊക്കെ തുറന്നത് കാരണം ഫുൾ ബിസിയാണ്. പിന്നെ ഞാൻ സ്റ്റഡി ടേബിളൊക്കെ വൃത്തിയാക്കിയിരുന്നു. പക്ഷെ അതിന് ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ അതിക്കും കുറെ സാധനങ്ങൾ വന്നു. പിന്നെ മാസത്തെ ബുക്ക് കിട്ടിയപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് കളയിട്ടുണ്ട്. നോക്കട്ടെ, സ്റ്റഡി ടേബിളിനുള്ളിൽ ഒരു 2-3 വർഷത്തെ ബുക്ക് ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? അത് നമ്മൾ വൃത്തിയാക്കിയിരുന്നതാണ്. പക്ഷെ പിന്നെ അത് കുറച്ച് ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ വൃത്തികേടായി. അപ്പൊ അതാ അതിന്റെ ഉള്ളില് ഇപ്പോഴത്തെ പുതിയ ബുക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ നെയിം സ്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പൊ മദ്രസയ്ക്ക് വാങ്ങിച്ചത് എവിടെ? മദ്രസയ്ക്ക് വാങ്ങിച്ച നെയിം സ്ലിപ്പിൽ ഇങ്ങനെ പിക്ചറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം അത് സിമ്പിളായിട്ട് പേരും ക്ലാസ് ഒക്കെ എഴുതുന്ന ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ അവിടെ കണ്ടപ്പോൾ പറയാം എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചതാണ്. ഇനി സ്കൂളൊക്കെ തുറക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ആക്കാമല്ലോ. അപ്പോൾ മദ്രസയ്ക്ക് ഇതാ ഇതുപോലുള്ള നെയിം സ്ലിപ്പാണ് കേട്ടോ. കാരണം അതിൽ ഫോട്ടോസും കാര്യങ്ങളും വേണ്ടാന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട്. പിന്നെ അത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൊതിയണതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഖുർആനും ഇതുപോലെ തന്നെ പൊതിഞ്ഞിട്ടുണ്ട്. തദ്രീബു തിലാവ. തജ്വീദിനാണ് ഈ പേര് പറയണത്. അല്ലാഹു അലം, തെറ്റിപ്പോയ ഉസ്താദിൻ്റെ കേട്ടോളൂ. അപ്പൊ ഷാനാക്ക് ഇപ്പൊ വലിയ മുസാഫൊക്കെയാണ് ഇട്ട പ്രാവശ്യം 30ന്റെ മുസാഫൊക്കെയാണ്. അപ്പൊ അതും ഞാൻ കേട് വരുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് പൊതിയണ ഇട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ. പിന്നെ അതാ നമ്മൾ ഷാനയ്ക്ക് ഇതുപോലത്തെ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സൈഡിൽ വൺ സൈഡ് തൂക്കി പോണ ബാഗാണ് കേട്ടോ. പ്രാവശ്യം ഈ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഖുർആൻ. അപ്പോൾ ഇതാ ഖുർആനും നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പേജും കാര്യങ്ങളൊന്നും മേലെ വെള്ളം തട്ടിയിട്ടൊന്നും നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അറിയാത്തത്. അപ്പോൾ ഇതാ വലിയ ആളായില്ലേ, 4ാം ക്ലാസ് അല്ലേ. അപ്പോൾ ഓക്കെ, വൃത്തിയായിട്ട് കാണാം. അപ്പോൾ മിന്നൂസി നേരത്തെ ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിയുന്നവരെ മിന്നൂസിനെ നോക്കണ്ട അല്ലേ. വൃത്തിയാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ദം ബിരിയാണി വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ കോതൂർശി ഏകദേശം അടുക്കാനാവുമ്പോഴാണ് കേട്ടോ ഒരു സ്പോട്ട് വരുന്നത്. അപ്പം ചെർപ്പുളശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് ഇതുപോലെ ബോർഡ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കൂൾ ഡ്രിങ്ക്സിൻ്റെ കടയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു അടുത്ത കാലത്ത് ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നമ്മളെ മിന്നൂസ് ഇതാ എഴുന്നേറ്റ് വന്നിരിക്കുന്നു അല്ലേ. നമ്മളിനി അത്ഭുത ബിരിയാണി ഒക്കെ തിന്നാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരംഗം കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് എൻട്രി. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരാൻ മടിയുള്ളവരാരും നമ്മൾ ഉൾപ്പെടുത്താറില്ല. ചെറിയ താല്പര്യമൊക്കെ ഉള്ളവരെ മാത്രം വീഡിയോയിൽ കാണിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കാണിക്കാം. ഇതാ അപ്പൊ ഇതാണ് നമ്മുടെ ഉമ്മച്ചി അല്ലേ മിന്നൂസേ? മിന്നൂസിന്റെ ഉമ്മമ്മയാണ് കേട്ടോ.
അപ്പൊ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ പിന്നെ ഇനിയിപ്പം ഉമ്മച്ചിയുടെ അടുത്ത മോള് വരുമ്പോഴേക്കിനും നാടെത്തണം എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവൂലേ? ഇൻഷാ അള്ളാ. അല്ലെ മിന്നൂസേ? കൊല്ലത്തിൽ ഒരു തവണ. നമുക്ക് ചോറൊക്കെ തിന്നാ. ബിരിയാണി മാമു തിന്നാ. അപ്പൊ ഇൻഷാ അള്ളാ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെ ഉമ്മാനെങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വരാനുള്ള മടി ഏകദേശം ഒക്കെ പോയി കാണുന്നു വിചാരിക്കണം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ നമുക്കിനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ. അപ്പൊ ഷാനതാ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിക്കണം കേട്ടോ. ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. എൻട്രി തുറക്കൂ. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. 1 മണി വരെ ഇവിടെ കിടന്ന് മല്ലിക്കെട്ടായിരുന്നു കേട്ടോ. രാവിലെ എത്ര മണിക്കാ തുടങ്ങിയത്? 12 ആവും. അപ്പം ഈ ഒരു കസേരയിൽ ഇരിക്കണത് എന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അത് ഞാൻ കൈവെക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അത് എടുത്തു വെക്കാനുണ്ട്. പിന്നെ ഇവിടെ എന്റെ റിംഗ് ലൈറ്റ്, മെഷീന് കാര്യങ്ങള്. അപ്പം എവിടെന്താ കാണിക്കണേ മിന്നൂസേ? താത്താന്റെ റൂം വൃത്തിയാക്കിയത് കാണാൻ വന്നതാണ്. കാണിക്കൂ. തുടങ്ങിയത് അപ്പൊ അത് നമ്മള് വീഡിയോ ഇതിന്റെ മുമ്പ് കാണിച്ചിരുന്നു. ഒന്ന് കാണിക്കൂ. അതൊക്കെ ഓക്കെ സെറ്റ്. ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാ. പോലെ രണ്ടാമത്തത് കളർ സെക്ഷൻസ് ആണ് അല്ലെ? മൂന്നാമത്തത്. അപ്പൊ രണ്ടാമത്തേൽ എന്താ? എന്നാലും ചെറിയ കച്ചറകളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഉമ്മമാന്റെ പ്രോപ്പർട്ടീസ് ആണ് അല്ലേ? മെഡിസിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചുമക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ? സ്റ്റഡി ടേബിളിലെ കളറിംഗ് ബുക്ക്, സ്റ്റോറി ബുക്സ്. ഓക്കെ. പിന്നെ പേന, പെൻസില് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ്. ഇനിയിപ്പം തുടർന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് കാണിക്കാം. പിന്നെ അതാ ബെഡ്ഷീറ്റ് ഒക്കെ നന്നായിട്ട് പൊട്ടി വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കഴിക്കാ ന്യൂസേ? ബാ. നമ്മുടെ അത്ഭുത ബിരിയാണിയുടെ കടയൊക്കെ കാണിച്ചിട്ടുണ്ട്. ന്യൂസേ ഇഞ്ഞാ. അപ്പൊ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ അത്ഭുത ബിരിയാണി. അപ്പൊ ഇന്ന് നമുക്ക് അതങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഓക്കെ വാ. ഇഞ്ഞാ മിന്നൂസ് ഈ നേരം വരെ ഉറങ്ങി ഇപ്പൊ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മള് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ കഴിക്കാനോടെ ഷാനയും ഉമ്മക്ക് ഇരുന്നിട്ടുണ്ട്. മിന്നൂസും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാന് മിന്നൂസിന് വാരി കൊടുക്കും വേണം, പിന്നെ എനിക്ക് കഴിക്കും വേണം. നമ്മുടെ അത്ഭുത ബിരിയാണി അടിപൊളിയല്ലേ? മിന്നു താനൂട്ടിയ മിന്നൂസേ ഉമ്മാ എങ്ങനെയുണ്ട് ചോറ്? അടിപൊളിയല്ലേ? ബിരിയാണി എന്താ പറയാ, ബീഫ് ദം ബിരിയാണി അടിപൊളിയാണ്. മറ്റേതും വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്കിഷ്ടം ബീഫ് ദം ചെയ്തതാണ് കേട്ടോ. അതേപോലെ ചിക്കൻ അവിടെ ദം ചെയ്തതല്ല. അപ്പോൾ നമ്മൾ കൂടുതലും മിക്കവാറും ഇവിടെ അമ്മയൊക്കെ വരുമ്പോ ഒരു തവണയൊക്കെ വാങ്ങും കേട്ടോ. അപ്പം നമുക്കിഷ്ടം അവിടുത്തെ ഇതാ നല്ല ബിരിയാണി. മാമൊക്കെ തിന്നിട്ടിരിക്കണേ അല്ലേ? എന്താ ബിരിയാണി മാമൊക്കെ തിന്നിട്ടിരിക്കണാണ് മിന്നസ്. അത് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു ഫ്രോക്കാണ് കേട്ടോ. നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. താഴെ കുറച്ച് പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല സുഖമല്ല. ഇപ്പൊ ഈ ഒരു ചൂട് കാലത്തൊക്കെ ഇവർക്ക് ഇങ്ങനത്തെ ഫ്രോക്കായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പൊ കഴുത്ത് അത്യാവശ്യം വട്ടം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കില് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മക്കളെല്ലാം ഇടുമ്പോ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? താരാണ് ടാറ്റ കൊടുത്ത ടാറ്റ കൊടുത്ത ടാറ്റ ടാറ്റ. ഇങ്ങനെ ടാറ്റ കൊടുക്ക മിന്നൂസ്. ടാറ്റ 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 ടാറ്റ. ഔവ്വ ഔവ്വ ഇങ്ങനെ കൊടുക്ക. അപ്പൊ കൊടുത്ത
അവ്വ അവ്വ. ഇനി ഇപ്പം ഏകദേശം 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 മണി വരെ ഞങ്ങളൊരു കുഞ്ഞു റെസ്റ്റ് എടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണി വരെ ഇതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പം മിന്നൂസ് പിന്നെ നമ്മൾ കിടക്കണ പോലെ ഇരിക്കണ പോലെ ഇരിക്കില്ല കേട്ടോ. അവളുടേതായിട്ടുള്ള കളികളിൽ അവളിങ്ങനെ നടക്കും. അപ്പോൾ ഇതാ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റെപ്പിൽ ഇട്ട് കൊടുത്തിരുന്നു, അതൊക്കെ വലിച്ച് താഴെട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു നേരം അവൾ കിടന്നിട്ടിങ്ങനെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. കുറച്ച് നേരം ഇരുന്നിട്ടും നടന്നിട്ടും ഒക്കെ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുന്നേറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് പിന്നെ മിന്നൂസിന് ഉറങ്ങാനുള്ള സമയമാകും കേട്ടോ. അതാണ് കറക്റ്റ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മഗ്‌രിബ് സമയത്തിന് മുന്നേ ആയിട്ട് എഴുന്നേൽക്കുകയും ചെയ്യും, രാത്രി നേരാവണ്ണം ഉറങ്ങുകയും ചെയ്യും. എന്താ പണി കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? ഇതൊക്കെയാണ് നിന്റെ പണിയില്ലേ? ചോറെവിടെ? ചോറെവിടെ? ഇതാണോ ചോറ്? വിറകാണിത്? എന്താ മുടിയൊക്കെ ഇങ്ങനെ? നിന്റെ ഹെയർ ബാൻഡ് ഒക്കെ എവിടെ? ഇപ്പൊ നമ്മളെ റോസിലിതാ പുതിയ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളക് ഇതാ വീണ്ടും പൂവൊക്കെ ഇട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് വാടിയിട്ട് പോയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ 1-2 ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ വീണ്ടും സെറ്റായി. പിന്നെ ഇതാ റോസിൽ വേറെയും പുതിയ ഇലയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പുതിയ മൊട്ടിട്ടിട്ടുണ്ട്. അപ്പം ഇത് യെല്ലോ കളറും ഇത് റോസ് കളറുമാണ് കേട്ടോ. റോസിലൊരു റെഡ് കലർന്നിട്ടുള്ള റോസ്, ഇത് യെല്ലോ കളറാണ് കേട്ടോ. ഇനി എന്താ പറയാനുള്ളത്? പറയൂ. നമ്മള് എണ്ണ ചേർത്ത് കുറച്ച് കൂടി പോയോണ്ട് നമ്മളത് പുട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പുട്ടാക്കാം. ഓക്കെ, നീ ഞാൻ പോയി നിസ്കരിക്കട്ടെ കേട്ടോ. അവളിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇതാ അപ്പം നമ്മുടെ അയൽവാസിയുടെ വണ്ടിയൊക്കെ ഇവിടെ തണല് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചക്ക ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മേലെ അതേപോലെ വലിയ വലിയ ചക്ക ഉണ്ട്. ഇവിടെ തന്നെ അത്യാവശ്യം സൈസിൽ ചക്കയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്തായാലും വീഴുമ്പോഴേ കിട്ടുള്ളൂ. അപ്പം ഈ ഒരു തൊടി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഏരിയ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അല്ല മിന്നുസി? ഓക്കെ, ബാ പോവാ. പിന്നെ പുറത്ത് പോയി കളിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ചായ കുടിച്ചു. അപ്പം അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാ ബുക്സൊക്കെ വായിക്കണം. ആ ബുക്കിൻ്റെ പേരൊന്ന് കാണിക്കൂ. അപ്പോൾ ഇത് നമ്മൾ എടപ്പാൾ എക്സ്പോ കാണാൻ പോയപ്പം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബുക്കായിരുന്നു കേട്ടോ. അടിപൊളി കഥയും കാര്യങ്ങളൊക്കെയാണ്. വേണ്ട. അപ്പം ആ ഒരു ബുക്ക് നീ തീരെ വായിച്ചിട്ടില്ലേ? അത് എത്ര പേജ് വായിച്ചിട്ടുണ്ട്? 21 പേജ് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. ഓക്കെ. അപ്പം ഞാനെപ്പോഴും പറയും ബുക്കൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ, അധികം ഒന്നും വായിക്കാതെ എങ്ങനെ എടുത്ത് വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെ എക്സ്പോയ്ക്ക് അന്ന് അങ്ങനെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, മലയാളം ബുക്കല്ലേ വായിച്ച് പഠിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും ഫുള്ളായിട്ട് ഇരുന്ന് വായിക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. കാരണം ഒരുപാടധികം വിശേഷം ഇല്ലെങ്കിലും ഉള്ളത് ഇത്തിരി നല്ല വിശേഷം ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻഷാ അല്ലാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായി വ്ളോഗും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്പം എപ്പോഴും ഷോർട്സിൻ്റെ വീഡിയോക്ക് മുൻഗണന കൊടുത്തിട്ട് ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി വരും ദിവസങ്ങളിലൊക്കെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ പിന്നെ ഷാനയ്ക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയേക്കാണ് കേട്ടോ. അപ്പം ഷാനയും ഒക്കെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും
ഒക്കെ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.